ഹായ് നമസ്കാരം, ഞാൻ എഞ്ചിനീയർ മെബിൻ. ഇത് കുടിയാമല തട്ടുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. 2200 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇപ്പോൾ ഈ വർക്ക് ഓൾമോസ്റ്റ് പ്ലാസ്റ്ററിങ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ബോർഡ് വർക്ക്സ്, ഇലക്ട്രിക്കൽ വർക്ക്, മറ്റു കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ സൈറ്റ് വന്ന് നോക്കി എല്ലാവരും എന്നോട് ചോദിച്ച കാര്യമാണ്, എന്തിനാണ് ഈ പ്ലാസ്റ്ററിങ് ഭിത്തിയുടെ ബോട്ടം ഇങ്ങനെ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്? അതായത് നമ്മൾ 4 ഇഞ്ച് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാതെ ഒഴിവാക്കി വിട്ടേക്കാണ്. ഇത് കണ്ട എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കി വിട്ടതെന്ന്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി സാധാരണ രീതിയിൽ നമ്മൾ ടൈൽ ഫ്ലോറിങ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെപ്പോഴും ഒരു 4 ഇഞ്ച് സ്കേർട്ടിങ് ഒട്ടിക്കും, അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് സ്കേർട്ടിങ് നമ്മൾ ഈ ടൈലിൻ്റെ ഭിത്തിയിലേക്ക് ഒട്ടിക്കും. ആ സ്കേർട്ടിങ് എപ്പോഴും ഈ ഭിത്തിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചോളം പ്രൊജക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ചിലപ്പോൾ 1 ഇഞ്ച്, 1.25 ഇഞ്ച് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് നിൽക്കുക. അത് കാണാനൊരു വൃത്തികേടാണ്. അതിന് ടോപ്പിൽ എപ്പോഴും പൊടിപടലങ്ങൾ വന്നിരിക്കുകയും ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരികയും, അത് കാണുമ്പോൾ നമ്മൾ ആ അത്രയും ഭംഗിയാക്കി ചെയ്ത വീടിൻ്റെ ഒരു വൃത്തി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്ററിങ് ഒഴിവാക്കി വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ സൈറ്റിൽ ഫ്ലോറിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭിത്തി ചെറുതായിട്ടൊന്ന് ചിപ്പ് ചെയ്തിട്ട് ഈ ടൈലിൻ്റെ സ്കേർട്ടിങ് ഈ പ്ലാസ്റ്ററിങ്ങിനകത്തേക്ക് നമ്മളത് കൺസീൽഡ് ആക്കും. അങ്ങനെ കൺസീൽഡ് ആക്കുമ്പോൾ ഈ ടൈലിൻ്റെ പ്രൊജക്ഷൻ്റെ വൃത്തികേട് വരികയില്ല. റൂമിൽ എപ്പോഴും ഒരു 2 അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ കാർപ്പറ്റ് ഏരിയ നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനറെ സംബന്ധിച്ച് ചെറിയൊരു അളവല്ല, പ്രത്യേകിച്ച് ചെറിയ ബഡ്ജറ്റ് വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ 2 ഗുണങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഈ ഭിത്തിയുടെ ബോട്ടം തേക്കാതെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. ഇത്തരം കൂടുതൽ ടിപ്സിനായി ഫോളോ ചെയ്യുക. ഇത് നമ്മൾ ആലക്കോട് പെരുനിലം എന്ന പറയുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്തൊരു വീടാണ്. ഇവിടെയും ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ടൈൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ടൈലിൻ്റെ സ്കേർട്ടിങ് നമുക്കിപ്പോൾ നോക്കിയ ഒരു വാൾപേപ്പർ ഒട്ടിച്ച പോലെ ഒരു കനത്തിൽ നമുക്ക് തോന്നുള്ളൂ. കാരണം ഇത് കറക്റ്റ് ആ പ്ലാസ്റ്ററിങ്ങിനോട് കൺസീൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ടൈലിൻ്റെ സ്കേർട്ടിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ട് ഇവിടെ ഈ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം, സ്പേസ് കുറച്ച് കൂടുതൽ കിട്ടി, കാർപ്പറ്റ് ഏരിയ കുറച്ച് കൂടുതൽ കിട്ടി. അതുപോലെ തന്നെ ക്ലീനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീനിങ്, ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന പൊടി നമ്മൾ തുണി വെച്ച് തൂത്ത് കഴിഞ്ഞാൽ ഈ ഭിത്തിയിലേക്ക് പിടിക്കുകയും ആ ഭിത്തി വൃത്തികേടാവുകയും ചെയ്യും. അപ്പോൾ ക്ലീനിങ്ങിന് നല്ലൊരു ബെനിഫിറ്റും കിട്ടി. അതിൻ്റെ ഒരു സാമ്പിളാണ്